നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു യാണിൻ്റെ ഈ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്നിങ്ങനെ ഈ റണ്ണിങ് യാണിനെ ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇതിനുള്ളിലൂടെ ഇതിനിങ്ങനെ വലിച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്തിന് നമ്മൾ ടെയിൽ എൻഡ് എന്ന് പറയും. ഈ ഒരു നോട്ടിനെ നമ്മൾ സ്ലിപ്പ് നോട്ട് എന്ന് പറയും. ഈ ഒരു യാണ് ഇങ്ങനെ വരുന്ന യാണിനെ നമ്മൾ വർക്ക് ചെയ്യാനുള്ള യാണിന് റണ്ണിങ് യാണ് എന്ന് പറയും. അപ്പം ഞാൻ ഈ റണ്ണിങ് യാണ് ഞാൻ അങ്ങനെ പിടിച്ചിട്ടുള്ളത് ടെയിൽ എൻഡ് ഈ 3 വിരലിനെ കൊണ്ടും റണ്ണിങ് യാണ് ഈ 2 വിരലിനെ കൊണ്ടും വെച്ച് കൊടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ റണ്ണിങ് യാണിനെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഈ വിരലിനെ കൊണ്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഈ സ്ലിപ്പ് നോട്ട് ചെറുതായി വരും. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്തിന് ടെയിൽ എൻഡ് എന്നും ഈ ഒരു ഭാഗത്തിന് സ്ലിപ്പ് നോട്ട് എന്നും ഈ ഒരു യാണിന് വർക്ക് ചെയ്യുന്ന യാണിന് റണ്ണിങ് യാണെന്ന് പറയും. നമ്മൾ ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹുക്ക് മുകളിലും യാണ് താഴെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹുക്കിൻ്റെ മുകളിലേക്ക് യാണിനെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കുന്നതിന് യാൺ ഓവർ ചെയ്യാന്ന് പറയും. ഈ ഒരു കൊളുത്തുള്ള ഭാഗം നമ്മളിങ്ങനെ താഴോട്ടേക്ക് ആക്കിയിട്ട് ഈ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടും. വീണ്ടും നമ്മൾ ഹുക്ക് മുകളിലും യാണ് താഴെയാണ് ആയിട്ടുള്ളത്. ഈ യാണിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. ഈ ഹുക്കിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കുളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയും. ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. യാണിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഈ കൊളുത്തുള്ള ഭാഗം ഒന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടി. എല്ലാ ചെയിൻ സ്റ്റിച്ചും സെയിം അളവിൽ വരുന്നവരെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. കൗണ്ട് ചെയ്യൊന്നും വേണ്ട, ഒരുപാട് തവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലാണ് ഇനി നമ്മൾ അടുത്തുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ളത്. വീണ്ടും ഞാൻ ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. ഈ ഹുക്കിൻ്റെ മുകളിലേക്ക് യാണൊന്ന് വെച്ചിട്ട് ഈ കുളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എനിക്കൊരു ചെയിൻ സ്റ്റിച്ച് വീണ്ടും കിട്ടി. വീണ്ടും എനിക്ക് വരുന്നത് ഹുക്ക് മുകളിലും യാണ് താഴെയാണ്. യാണിനെ ഹുക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ കുളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ഇങ്ങനെ ആക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ എനിക്ക് വീണ്ടും ചെയിൻ സ്റ്റിച്ച് കിട്ടി. ഇങ്ങനെ നമ്മൾ ഒരുപാട് തവണ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സ്ലിപ്പ് നോട്ട് ചെയ്ത് പഠിക്കാം. സ്ലിപ്പ് നോട്ട് ചെയ്യാൻ നമ്മൾ ഇതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് അല്ല സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ